ரெண்டு மலையாளிகள் சந்திச்சுக்கிட்டாங்கன்னா, ஓ மலையாளியானோ அப்படின்றாங்களே, நம்ம தமிழர்களும் தமிழனானோ அப்படின்னு சொல்றாங்க. தமிழ்தானியே, அடடே வா அப்படின்னு சொல்றது எல்லாருக்கும் உண்டு. ஆனால் என் கனவெல்லாம், ஓ நீயும் திராவிடனா என்று நாடெல்லாம் சென்று தேட வேண்டும் நம் உறவை. அப்பொழுது சொல்வோம் ഉയരേ ഉറവേ തമിഴേ എന്ന്. ഈ വീഡിയോയിൽ അയാൾ പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാം ദ്രവീഡിയൻസ് ആണ്, ഇനി മുതൽ നമ്മൾ ദ്രവീഡിയൻ ഐഡൻറ്റിറ്റിയിൽ നിൽക്കണം, മാത്രമല്ല നമ്മൾ നോർത്ത് ഇന്ത്യക്കാരിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് എന്നുകൂടി ഒരു അർത്ഥം അതിന് വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. മോഡേൺ സ്റ്റഡീസ് ഏതെടുത്താലും നമ്മളെല്ലാം ദ്രവീഡിയൻസ് അല്ല, നമ്മളെല്ലാം ആര്യൻസ് അല്ല, നമ്മളെല്ലാം വർഷങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി നടന്ന മൈഗ്രേഷനും അതുപോലെ തന്നെ ഇൻ്റർ റേഷ്യൽ മാരേജസിൻ്റെയും ഫലമായിട്ട് നമ്മളെല്ലാം പ്യുവർ ദ്രവീഡിയൻസോ പ്യുവർ ആര്യൻസോ അല്ല, നമ്മൾ ജനറ്റിക്കലി മിക്സഡ് ആയിട്ടുള്ള റേസാണ് എന്ന് തെളിഞ്ഞതാണ്. ഇനി കൾച്ചറലി ആണ് നമ്മൾ ദ്രാവിഡിയൻസ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരിൽ നിന്ന് ഡിഫറെൻ്റ് എന്ന് വാദിക്കുകയാണെങ്കിൽ ഉറപ്പായും പറയാൻ സാധിക്കും നമ്മൾ അവരിൽ നിന്ന് യാതൊരു തരത്തിലും ഡിഫറെൻ്റ് അല്ല. റിലീജിയസ് ബിലീഫ്, ഫാമിലി വാല്യൂസ്, മാരേജ്, അങ്ങനെ എന്ത് നോക്കിയാലും നമ്മളും അവരും സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ചില വ്യത്യാസങ്ങൾ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ വ്യത്യാസങ്ങൾ ഇന്ത്യയിലെ ഈ പറയുന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ തമ്മിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദ്രവീഡിയൻസ് ആണെന്നും അവരിൽ നിന്ന് ഡിഫറെൻ്റ് ആണെന്നും കൾച്ചറലിയും നമുക്ക് പറയാൻ സാധിക്കില്ല. കാസ്റ്റ്, റിലീജിയൻ, റേസ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഒരൊറ്റ ജനതയായിരിക്കേണ്ട ഈ മോഡേൺ യുഗത്തിൽ ഇപ്പോഴും ഇതൊക്കെ പറഞ്ഞ് ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി റേസും പൊക്കിപ്പിടിച്ച് വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു പ്യുവർ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടെന്ന് പറയേണ്ടി വരും.